ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എമിൽ ഗെയിമിംഗ് എക്സ്പെർട്ട് വീഡിയോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗ്രാനി നമ്മൾ കഴിഞ്ഞോട്ടം കളിച്ചില്ലായിരുന്നോ, അതിന്റെ പാർട്ട് 2 ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എമിൽ ഗെയിമിംഗ് എക്സ്പെർട്ട് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞോട്ടം നമുക്ക് ക്രോസ് ബോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അയ്യോ ഗൈസ്, ഗ്രാനി ഗൈസ്, നമ്മൾ കഴിഞ്ഞോട്ട് ഇവിടെ നിന്ന് നിർത്തിയപ്പോ ഗ്രാനി ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഗ്രാനി പോട്ടെ, നമ്മൾ പ്രോയാണ് ഗൈസ്, പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്താലോ ഗൈസ്, കൊണ്ടു ഗൈസ്. നമുക്ക് ഇപ്പൊ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ വട്ടെ നമ്മൾ ആ വെയ്സ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഗ്രാനീനെ ഗ്ലിച്ച് അടിപ്പിച്ച് ഓണാക്കാൻ നോക്കിയില്ലേ, അത് നടന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങനെയൊക്കെയോ വെയ്സ് ഇല്ലേ ഇവിടെ ഗ്ലിച്ച് അടിച്ച് താഴോട്ടേക്ക് വന്നേക്കുന്നു. വെയ്സ് ഇതില്ലേ, നമുക്ക് മേലെ കൊണ്ടുപോയിടാം, എന്നിട്ട് ഹാമർ ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രാനീനെ ഗ്ലിച്ച് അടിപ്പിക്കാം. കേസ് നമുക്ക് വാതിൽ ഓർക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാനീനെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല, നമുക്ക് ഇവിടെ അങ്ങ് ഇടാം. കേസ് നമുക്ക് ഇനി അടുത്തത് തന്നെ, കഴിഞ്ഞ വട്ടം തന്നെ ഞാൻ ഇവിടെ ഒരു ബുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബുക്കിന്ന് സ്പൈഡർ ഏഞ്ചലിന് ഇങ്ങോട്ടേക്ക് നടന്ന് വന്നിട്ട് സ്പൈഡർ കീ തന്നു. ഓക്കെ ഗൈസ്, നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് എന്താ പറയാ, സ്യൂർ എസ്കേപ്പ് ചെയ്യാമെന്നായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് സ്പൈഡർ കീ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടാം. ഇല്ലെങ്കിൽ ഗ്രാനി എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഗ്രാനി പുറകിന്ന് വന്നൊക്കെ അടിക്കുന്നത് ഗൈസ്. നമുക്കിത് തുറക്കാം ഗൈസ്. ഇവിടുന്ന് നമുക്ക് കളി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇവിടുന്ന് കുറച്ച് കളി കഴിയാനുണ്ട് ഗൈസ്. നമുക്ക് ഇനി ക്രോസ് ബോ എടുക്കണം. അപ്പൊ ഗൈസ്, നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മൾ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, 100 ആണ് നമ്മുടെ സബ്സ്ക്രൈബിന്റെ ടാർഗറ്റ്. നടക്കുവാണെങ്കിൽ അടിച്ചോട്ടോ, നിങ്ങളെ കൊണ്ട് പറ്റും ഗൈസ്. നമുക്കേ ഇവിടെ ഒന്നുമില്ല, നമ്മുടെ ക്രോസ് ബോ എങ്കിൽ ഗ്രാനി എന്തായാലും ഇപ്പൊ വരൂലല്ലോ. നമ്മള് ബാത്റൂമിലാണ് കൊണ്ടുപോയിട്ടത് ക്രോസ് ബോ. ഇപ്പൊ എന്തായാലും ഗ്രാനി വരും ഗൈസ്. നമ്മളെ ഉണ്ടല്ലോ ഗ്രാനി എടുത്തിട്ട് ഡാൻസ് കളിപ്പിക്കും. നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ക്രോസ് ബോ, പെട്ടെന്ന് എടുക്കാൻ ഗൈസ്, ഇല്ലെങ്കിൽ ഗ്രാനി നമ്മൾ എടുത്തിട്ട് അടിക്കും. ഇവിടെ ഒളിച്ചിരിക്കാനല്ലേ, നമുക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല ഗൈസ്. നമുക്കേ ഇവിടെ ഈ കിച്ചൺ ഉണ്ടല്ലോ, ഞാൻ അന്വേഷിച്ച് നോക്കിയില്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഗ്രാനി വരും ഗൈസ്. ഗ്രാനീന്റെ ഓവനകത്ത് ഒന്നുമില്ല, പേടിക്കണ്ട. ഓവനകത്ത് അതിന് എന്തെങ്കിലും വെച്ചിട്ട് വേണ്ടേ. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താ ഉള്ളേ, ഇവിടെയോ ഒന്നുമില്ല. അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ ഇത് തുറന്നു നോക്കിയിട്ടില്ല ഗൈസ്. ഇവിടെ വാട്ടർ മെലൻ ഇത് ഉടയ്ക്കാനുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് വേണ്ട. നമുക്കേ ഇപ്പൊ എവിടെയാണ് ഗ്രാനി എന്നറിയില്ല. ഗ്രാനി അങ്ങനെ നമ്മളെ കണ്ടാലുണ്ടല്ലോ അടിച്ച് ശരിയാക്കും ഗൈസ്. നമുക്ക് ഈ ഡോർ ഓർക്ക് ഇവിടെ എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ആകെ ഒരു വാട്ടർ മെലനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗ്രാനി, വേർ ഈസ് ഗ്രാനി ഗൈസ്? ഗ്രാനീനെ ഞാൻ കണ്ടു, ഗ്രാനീനെ ഇങ്ങോട്ട് വിളിക്കണം ഗൈസ്. ഗൈസ് ഗ്രാനി ഒന്ന്. ഓക്കെ ഗൈസ്, ഇനി 2 മിനിറ്റേക്ക് ഗ്രാനി പൊക്കോളും. അയ്യോ ഗൈസ്, എന്റെ ആയുധം തെറിപ്പിച്ചിട്ടു, പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. കിട്ടി ഗൈസ്, 2 മിനിറ്റേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് ഈ മെലൻ എടുക്കാം ഗൈസ്. എന്നിട്ട് ഉടച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് പറയുന്നുണ്ട്. കണ്ടോ, സംതിങ് ഇൻസൈഡ്, ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഗൈസ്. നമുക്ക് ഇത് വാതിൽ തുറക്കാം. ഇതിന്റെ അടിയിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്, അത് സെറ്റ് ആവില്ല ഗൈസ്. നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ഓട്ടയ്ക്കാട്ടോ. ഓക്കെ, നമുക്ക് വെട്ടാം. എന്താ ഗൈസ്, എന്ത് കീയാണത്? മാസ്റ്റർ കീയാ. നമ്മള് ഡോർ എസ്കേപ്പ് ഒന്നും അല്ല ചെയ്യുന്നത് ഗൈസ്. ഇവിടെ ഗണ്ണിന്റെ പാർട്ടുണ്ട്, നമുക്ക് ആവശ്യം വരും. ഗണ്ണും കൊണ്ടേ നമുക്ക് കുറച്ച് ഉപകാരമുണ്ട് ഗൈസ്. നമുക്കേ ഈ വാതില് തുറക്കാം. വാതില് തുറന്നിട്ടുണ്ട്. ഗണ്ണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പേ നമ്മുടെ ബുള്ളറ്റൊക്കെ തെറിച്ചു പോയി ഗൈസ്. ജഗ് ഗൈസ്, എന്തായാലും ഗ്രാനി വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്കേ പെട്ടെന്ന് പോയിട്ടേ, ഇവിടെ എങ്ങും ഒന്നുമില്ല. നമ്മള് സ്പൈഡറിന്റെ അവിടെ തുറന്നിട്ടു. സ്പാർക്ക് പ്ലഗ് ആവശ്യമില്ല ഗൈസ്. സ്പാർക്ക് പ്ലഗ് ഒക്കെ ആർക്ക് തരാനും ഉദ്ദേശം ഗൈസ്. നമ്മളിവിടെ ഒരു റൂം അന്വേഷിച്ചിട്ടില്ല. ഇവിടെ പിക്ചർ പീസ് ഒരു ഡേ എക്സ്ട്രാ കിട്ടുന്ന, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രോയാണ് ഗൈസ്, പേടിക്കണ്ട. മേലെ ഉള്ളല്ലേ, ഇതെന്താന്ന് ഞാൻ മറന്നുപോയി. എന്തത്? സ്പെഷ്യൽ കീ. ഇത് ആവശ്യമുണ്ട്, പക്ഷേ അത് കുറച്ച് റിസ്ക്കുമാണ്. നമുക്ക്
ഇപ്പൊ ഗ്രാനീനെ എന്തായാലും അടിച്ചിട്ടിട്ട് പോണ്ടി വരും. എവിടെ പോയി ഗ്രാനി? ഇവിടെയൊന്നുമില്ല ഗൈസ്. നമ്മുടെ കാറിന്റെ ബാറ്ററി ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യണമെന്നാ? ചെയ്യൂല ഗൈസ്. നമ്മള് സ്യൂർ എസ്കേപ്പ് ഉറപ്പിച്ച് അത് തന്നെ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാം. അപ്പൊ ഗ്രാനി ഈ ഒച്ച ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നമ്മൾ ഈ സിറിഞ്ച് വെച്ച് ഷൂട്ട് ചെയ്യും. നമ്മുടെ ഗ്രാനിനെ കാണുന്നില്ല, അതെന്ത്? ഓ, അത് മാഞ്ഞു പോയി. എന്നാൽ നമ്മൾ ഇത് തള്ളിയിടും. ഒച്ച കേട്ടില്ല. ഒന്നുകൂടെ. ഇപ്പൊ നല്ല ഒച്ച കേട്ടു. തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. ഗ്രാനീനെ ഇപ്പൊ കാണുന്നില്ല. നമ്മുടെ അവിടെ ബാറ്ററി ഉണ്ട്, അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എന്തായാലും നമ്മൾ അധികം ടൈം കളയുന്നുമില്ല, ഗ്രാനി വരുന്നുമില്ല. അതാണ് വേറൊരു കുഴപ്പം. വന്നോ ഇതെന്താ ഗ്രാനി വരാത്ത? അല്ലാത്ത സമയമൊക്കെ നമ്മൾ അടിച്ചിടാൻ വേണ്ടി വരും. പിന്നെ കഴിച്ച് ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. അത് സ്ക്രൂ ഡ്രൈവർ കിട്ടാൻ സാധ്യത കുറവാണ് മിക്കവാറും. ഗ്രാനി വന്നു. ഇനി നമുക്ക് ചൂട്. ഞാൻ പേടിച്ചു. ഓക്കെ, നമുക്ക് ബാറ്ററിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കേ ഇപ്പൊ നമ്മൾ അവിടെ ഒരു തോക്കിന്റെ പീസ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിവിടെ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ഇതെടുക്കുക. ഓക്കെ, ഇതെടുത്തതിന് ശേഷം നമുക്ക് വേഗത്തിൽ പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ ഗണ്ണ് വെക്കുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇനിയിപ്പോ ഒന്നുമില്ല എന്നാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമുക്കിനി ഗ്രാനീന്റെ എന്താ പറയാ, സ്പൈഡർ ഗ്രാനീന്റെ അടുത്ത് പോകേണ്ടി വരും. കണ്ടോ ഗൈസ്, ഇവിടെ ഒന്നുമില്ല, കാർ കീ മാത്രമുണ്ട്. ഈ ക്രാങ്ക് കണ്ടോ ഗൈസ്, അത് നമുക്ക് ആവശ്യമുണ്ട് താഴെ. അപ്പൊ നമുക്ക് ഗണ്ണിന്റെ പീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനം എടുക്കാം. ഓക്കെ, ഈ സാധനം എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ ഗ്രാനി വരാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങോട്ട് പോവാം. എന്നിട്ട് ഗ്രാനീന്റെ സ്പൈഡർ ഗ്രാനി ഉള്ള സ്ഥലത്തില്ലേ, അത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അത് അവിടെ പോയിട്ടുണ്ട്. എന്തായാലും ഒച്ചയൊന്നും കേൾക്കില്ല, ഗ്രാനി ഇല്ലല്ലോ. കേസ് നമ്മുടെ ബുള്ളറ്റ് എന്ത് ചെയ്യും? ക്രോസ് ബോ ഉണ്ടോ? ഗൈസ്, ബുള്ളറ്റൊക്കെ ഉണ്ട്, പേടിക്കണ്ട. കേസ് നമുക്ക് ബുള്ളറ്റ് കിട്ടി. ഇനിയിപ്പൊ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നേരെ പോവാ. നമുക്ക് നേരെ അങ്ങ് സ്പൈഡർ ഗ്രാനീന്റെ അടുത്ത് പോവാം. ഇവിടെ നിന്ന് കുനിഞ്ഞിട്ടേ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് അറിയാലോ സ്പൈഡർ ഗ്രാനി സീനാണ്. നമ്മളെ അതിന് മുമ്പേ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇത് അങ്ങോട്ട് ഇട്ടേക്കാം. ഗൈസ്, നമ്മുടെ ക്രോസ് ബോ ഗ്ലിച്ച് അടിച്ചിട്ടൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ, സിറിഞ്ച് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, ചമ്മി. ഗൈസ്, നമ്മള് താഴോട്ട് വീണിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും ഒരു പ്രത്യേകത ഒച്ച. നമുക്കേ നമ്മുടെ ഈ കാണുന്ന ക്രോസ് ബോ ഉണ്ടല്ലോ, ബുള്ളറ്റ് അവിടെ അങ്ങ് പോയി. അത് നമ്മുടെ വേറൊരു ഗൈസ്, ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കോഡാണ്, 2 നമുക്കിത് ആവശ്യമുണ്ട്. ഗൈസ്, ഷോർട്ട് ഗണ്ണിന്റെ വേറെ പാർട്ടും കിട്ടി. നമുക്ക് ക്രോസ് ബോ അവിടെ ഡ്രോപ്പ് ചെയ്യാം, ഇതും അവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. ഗ്രാനി ഇപ്പൊ എന്തായാലും വരും. കോഡ് 2. നമുക്ക് പണി തീർന്നിട്ടില്ല. ഇനി നമുക്ക് എന്താ ചെയ്യണേ? ഇപ്പൊ കണ്ടോ ഗൈസ്, പോയണ്ടോ? പക്ഷെ നമ്മള് ഇപ്പൊ അത് ശ്രദ്ധിക്കൂല ഗൈസ്. നമുക്ക് ഇവിടെ ഗൈസ് കുറച്ച് പേടിക്കണം. കാര്യം ഇത് ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ്. നമുക്ക് എന്തായാലും എടുത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൈഡർ ഗ്രാനി കാണുന്നില്ലേ? ഗൈസ്, കണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഒച്ചയ ഗൈസ്, കുറച്ച് വോളിയം കുറച്ച് വരട്ടെ, ഇല്ലെങ്കിൽ ഇത് ശല്യം ചെയ്യാൻ മാത്രമേ വരുള്ളൂ. അയ്യോ, അവിടെ നിൽക്കുക. പോ അങ്ങോട്ടെങ്കിലും പോ. അങ്ങോട്ടോ പോ, എങ്ങോട്ടെങ്കിലും പോ. ഇങ്ങോട്ടാ പോകുന്നത് ഇവിടെ. നമുക്ക് വീൽ ക്രാങ്ക് വെക്കേണ്ട സ്ഥലത്ത് തന്നെ അത് പോയി. ഒരു കാര്യം ചെയ്യേ. അയ്യോ, കുഞ്ഞു ഇവിടെ ഹാമർ ഉണ്ട്. നമുക്കൊരു ഇവിടെ എന്താ പറയുക, ഇവിടെ ഒന്നുമില്ല. നമ്മുടെ സ്പൈഡർ ഗ്രാനി ഇപ്പൊ എവിടെയാ? പറഞ്ഞു വരുന്നുണ്ട്. സ്പൈഡർ ഗ്രാനി ട്രാപ്പൊക്കെ ഇടുവോ? അതോ നമ്മുടെ ഗ്രാനി ഇട്ടതാണോ? ആർക്കറിയാം. നമുക്ക് ഈ ഹാമർ ഉണ്ടല്ലോ, ഇത് കണ്ടു. എന്നാ തിന്നെ. തിന്നില്ല. എന്നാ തിന്നോ. അടുത്തോട്ട് അധികം പോണ്ട. അവിടെ ഈ കിടന്നോട്ടെ ഗൈസ്.
നമുക്ക് ഇത് ആവശ്യമുണ്ടോ? പോവാൻ. ആ പോയി. എന്റെ അമ്മ ഹാമറൊക്കെ തെറിപ്പിച്ചു. നമ്മുടെ സ്പൈഡർ ഗ്രാനി എങ്ങോട്ടാ പോകുന്നത് നോക്കാം. വന്നാ പെട്ടു. ഓക്കെ, അതൊന്ന് അവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ നിന്ന സ്ഥിതിക്ക് നമുക്ക് ഒയ്യോ ഇതല്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ഇതെന്നെ ആളെ പറ്റിക്കണോ? ഇവിടെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പിടിക്കും ഗൈസ്. കണ്ടു. ഞാനൊന്നും ചെയ്തിട്ടില്ലേ. ഓക്കെ, വരുന്നുണ്ട്. ഓ വലിയ ഗൈസ്, ഇതെന്നാണ് മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്? ആ പോയി. നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പാവ. നമുക്ക് പെട്ടെന്ന് കളി തീർക്കണം. ഇതിന്റെ പുറകെ പോയാൽ നമ്മളെ എടുത്തു. ഓക്കെ, ഇത് പോകുന്നുണ്ട്. കണ്ടിട്ടില്ല. നമുക്ക് ഇങ്ങോട്ടാ പോയി? അങ്ങോട്ടാണ് പോയത്. ഓക്കെ, നമുക്ക് അപ്പൊ ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴി പോയിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് പോയി ഇതിവിടെ വെക്കുക. ഓക്കെ, തിരിച്ചു. ഇനി സ്പൈഡർ ഗ്രാനി വരും. ഓടിച്ചെന്ന് വരണം. അല്ലെങ്കിൽ റിസ്കാ. നമ്മൾ ഇത് തുറന്നതാണല്ലേ. ഇവിടെ ഒന്നും ഇല്ല. നമ്മുടെ ഹാമറും ഇവിടെ ഉണ്ട്. കണ്ടോ സ്പൈഡർ ഗ്രാനി വന്നേ. ഓക്കെ ഗൈസ്, നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി. നമ്മള് സെറ്റപ്പ് ആണല്ലോ ഗൈസ്. എട്ടുകാലി അതൊന്നും വിഷയമില്ല. ഓക്കെ ഗൈസ്, ഇപ്പൊ ഗ്രാനില്ല. നമുക്ക് ഈ ഹാമർ ഡ്രോപ്പായില്ലേ? ഡ്രോപ്പായി. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ കുറച്ച് ഡേഞ്ചർ കളികളുണ്ട്. അത് നമ്മൾ സെറ്റ് ആക്കണം. ഇവിടെ ഒന്നുമില്ല. ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഇത് എവിടെയാന്ന് പോലും അറിയില്ല ഗൈസ്. അതാണ് ഒന്നാമത്തെ വിഷയം. റിസ്ക് എടുക്കണോ? വേണ്ട ഗൈസ്, റിസ്ക് ഒന്നും നമ്മൾ എടുക്കണോ? റിസ്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.